പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെ നിരവധി അധിക്ഷേപങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപവും പരാമർശവുമായി കർണാടക BJP MLA രംഗത്തെത്തിയിരിക്കുകയാണ്. സ്വന്തം ജാതിയോ മതമോ അറിയാത്ത രാഹുൽ ഗാന്ധി എന്തിനാണ് ജാതി സർവേക്ക് വേണ്ടി വാദിക്കുന്നതെന്ന് ബസന്നഗൌഡെ പട്ടീൽ ഗ്യാന്തിൽ പറഞ്ഞത്. ജനിച്ചത് ക്രിസ്ത്യാനിയായാണോ മുസ്ലിമായാണോ എന്ന് പോലും രാഹുലിന് അറിയില്ല. ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും MLA ആഞ്ഞടിച്ചു. പൊട്ടാത്ത വെറും നാടൻ തോക്കാണ് രാഹുലെന്നും ബസന്നഗൌഡെ പട്ടീൽ ഗ്യാന്തിൽ പറഞ്ഞു. അച്ഛൻ മുഗളന്മാർക്കും അമ്മ ഇറ്റലിക്കാർക്കും വേണ്ടി പണിയെടുത്തു. ആ പാരമ്പര്യമാണ് രാഹുലിനെന്നും MLA പറഞ്ഞു. നേരത്തെ ജാതി സെൻസസ് വിഷയത്തിൽ BJP MP അനുരാഗ് ഠാക്കൂറും രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ചിരുന്നു. സ്വന്തം ജാതി അറിയാത്തയാളാണ് ജാതി സെൻസസിനെ കുറിച്ച് സംസാരിക്കുന്നതെന്നും ഠാക്കൂർ പരാമർശിച്ചു. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ജാതി വിമർശനങ്ങൾ ശക്തമാകുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള ജാതി വേർതിരിവുകൾ സംസാരിക്കുകയാണ്. എന്നാൽ ഇതിനെല്ലാം പരിഹാരം കാണുവാൻ രാഹുൽ ഗാന്ധിയുടെ ജാതി സെൻസസിന് സാധിക്കുമോ എന്നത് സംശയമാണ്. എന്തൊക്കെയാണെങ്കിലും ജാതി സെൻസസിന്റെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരത്തിലുള്ള രൂക്ഷ വിമർശനം നടത്തുന്നത് തെറ്റ് തന്നെയാണ്. രാഷ്ട്രീയ നേതാക്കളടക്കം ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുമ്പോൾ സാധാരണ ജനങ്ങൾ ഇതിനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്താൽ നമ്മുടെ സമൂഹം വലിയ അക്രമങ്ങളിലേക്കായിരിക്കും വഴിവെക്കാൻ പോകുന്നത്. അതിനാൽ രാഷ്ട്രീയ നേതാക്കൾ തന്നെ ഇതിനെല്ലാം കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലൂടെ തന്നെ ഇതിനൊക്കെ ഒരു അന്ത്യം വരുത്താൻ നമുക്ക് സാധിക്കും. ഏത് രാഷ്ട്രീയ നേതാക്കളെയും നമുക്ക് വിമർശിക്കാൻ സാധിക്കും. അതിനുള്ള അവകാശം നമുക്കുണ്ട്. എന്നാൽ അത് അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് ആയിരിക്കരുതെന്ന് മാത്രം. കാരണം ഒരു വ്യക്തിത്വം നമുക്കെല്ലാവർക്കുമുണ്ട്. അത് രാഷ്ട്രീയ നേതാക്കളായ നിങ്ങൾക്കുമുണ്ട്. ആ വ്യക്തിത്വം ഒരു കോട്ടവും സംഭവിക്കാതെ ജനങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കേണ്ടതുമാണ്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ചിന്തിച്ച് മാത്രം ഉത്തരം പറയേണ്ടത് അത്യാവശ്യമാണ്. അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ലക്ഷ്യമിട്ട് പപ്പു എന്നാക്ഷേപിച്ച് ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ പോസ്റ്റിട്ട UPയിലെ നോഡയിലുള്ള ഗൗതം ബുദ്ധ നഗർ ജില്ലാ കളക്ടർ മനീഷ് വർമ്മയുടെ നടപടി വിവാദമാവുകയാണ്. ഭരണഘടനാ സ്ഥാപനമായ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവിനെതിരെ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ IAS ഉദ്യോഗസ്ഥൻ അനുചിതമായ മോശം പരാമർശം നടത്തിയതിനെതിരെ കർശനമായ നടപടി ആവശ്യമാണെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. രാജ്യത്തെ ബ്യൂറോക്രാറ്റുകൾക്കിടയിൽ വളർന്ന രാഷ്ട്രീയവൽക്കരണത്തിന്റെ ഉദാഹരണമാണ് ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രതിപക്ഷ നേതാവിനെതിരെ ആക്ഷേപമെന്ന് AIC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു. ഇത് പുതിയൊരു സംഭവമല്ല, ഇന്ത്യയുടെ സ്റ്റീൽ ചട്ടമെന്ന് സർദാർ പട്ടേൽ വിശേഷിപ്പിച്ചു. സിവിൽ സർവീസിന്റെ അന്തസ്സ് കെടുത്തുന്ന നടപടിയാണ് കഴിഞ്ഞ 10 വർഷമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കളക്ടർക്കെതിരെ കോൺഗ്രസ് നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ സാമൂഹ്യ വിരുദ്ധർ ദുരുപയോഗം ചെയ്തെന്നാണ് കളക്ടർ ന്യായീകരിച്ചത്. മനീഷ് തന്റെ ID ദുരുപയോഗം ചെയ്തതായും തെറ്റായ അഭിപ്രായം പോസ്റ്റ് ചെയ്യുകയും ചെയ്തതിനെ ഗൗരവമായി എടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും തെറ്റായ ട്വീറ്റിനെ കുറിച്ച് സൈബർ സെൽ അന്വേഷിക്കുന്നുണ്ടെന്നും കളക്ടർ അറിയിച്ചു. FIRന്റെ പകർപ്പും കളക്ടർ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. കൃത്യമായ നടപടികളിലൂടെ ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം കാണുവാൻ നിയമപാലകർക്കും സാധിക്കട്ടെ. പ്രതിപക്ഷ നേതാവിനടക്കം ഇത്തരത്തിലുള്ള രൂക്ഷ വിമർശനങ്ങൾ വരുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യാൻ നിയമപാലകർക്ക് സാധിക്കും എന്നതിൽ സംശയം നിലനിൽക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരോക്ഷമായി ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ നടക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ഭയപ്പെടണം. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾക്ക് കൃത്യമായ നടപടികൾ സ്വീകരിക്കണം. ഏത് തരത്തിലുള്ള അധിക്ഷേപങ്ങളാണെങ്കിലും ഒരിക്കലും ഒരാളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കരുത്. രാഹുൽ ഗാന്ധി ഇതുവരെയും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടില്ല. പക്ഷേ കോൺഗ്രസ് ഇതിനെതിരെ ശക്തമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്.